ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റിൽ കിരീടം നിലനിർത്താൻ ലക്ഷ്യമിട്ട് ഇന്ത്യൻ ടീം അതിന്റെ ശക്തമായ പടയൊരുക്കം ആരംഭിച്ചു കഴിഞ്ഞു. T20 ഫോർമാറ്റിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ നിലവിലെ ചാമ്പ്യന്മാർ ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണയും ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നിലനിർത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു അഭിമാന പ്രശ്നമാണ്. ഈ ലക്ഷ്യത്തോടെ ഏറ്റവും മികച്ച ടീമിനെയാണ് BCCI ഇതിനോടകം പ്രഖ്യാപിച്ചിരിക്കുന്നതും. എന്നാൽ ഈ പുതിയ പ്രഖ്യാപനത്തിന് പിന്നിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. എടുത്തു പറയേണ്ട കാര്യം എന്തെന്നാൽ 2023 ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്കായി മെഡൽ നേടി വിജയകരമായ ടീമിലെ 4 പേർ മാത്രമാണ് ഇത്തവണ ഇന്ത്യൻ ടീമിൽ ഇടം നേടിയത്. കഴിഞ്ഞ തവണ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ നേട്ടത്തിൽ പങ്കാളികളായ തിലക് വർമ്മ, ശിവം ദുബെ, വാഷിംഗ്ടൺ സുന്ദർ, അർഷ്ദീപ് സിംഗ് എന്നിവർ മാത്രമാണ് ഇത്തവണയും ടീമിൽ സ്ഥാനം നിലനിർത്തിയിട്ടുള്ള പ്രധാന താരങ്ങൾ. മറ്റ് പ്രമുഖ താരങ്ങൾക്കൊന്നും തന്നെ ഇത്തവണ ഇന്ത്യൻ ടീമിൽ ഇടം നേടാനായിട്ടില്ല. 2023 ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ ഋതുരാജ് ഗെയ്ക്വാദായിരുന്നു. എന്നാൽ തികച്ചും അപ്രതീക്ഷിതമായി ഇത്തവണ ഋതുരാജിനെ ടീമിൽ നിന്ന് പൂർണ്ണമായി തഴയുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. നിലവിൽ ഇന്ത്യൻ ടീമിന്റെ ഒരു ഫോർമാറ്റിലും ഋതുരാജിന് സ്ഥിരമായ സ്ഥാനം ലഭിക്കുന്നില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഇതിനു പുറമെ അന്ന് ഇന്ത്യയുടെ ഓപ്പണർ റോളിൽ കളം വാണിരുന്ന ജയ്സ്വാളിന്റെ കാര്യവും സമാനമാണ്. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ തകർപ്പൻ പ്രകടനം പുറത്തെടുത്ത ജയ്സ്വാളിനും ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസ് സ്ക്വാഡിൽ ഇന്ത്യ അവസരം നൽകിയിട്ടില്ല. നിലവിൽ ഇന്ത്യയുടെ T20 ടീമിൽ ജയ്സ്വാളിനെ സ്ഥിരമായി പരിഗണിക്കുന്നില്ല എന്നതും ഇന്ത്യൻ ക്രിക്കറ്റിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. പകരം തികച്ചും വ്യത്യസ്തവും പുതുപുത്തനുമായ ഒരു ഓപ്പണിംഗ് നിരയാണ് ഇന്ത്യ ഇത്തവണ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നത്. സഞ്ജുവും യുവതാരം അഭിഷേക് ശർമ്മയും മറ്റൊരു ശ്രദ്ധേയനായ യുവതാരം വൈഭവ് സൂര്യവംശിയുമാണ് ഇത്തവണ ഇന്ത്യയുടെ T20 പ്രധാന ഓപ്പണർമാർ. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കൗതുകകരമായ കാര്യം ഈ 3 പേരും 2023 ഏഷ്യൻ ഗെയിംസ് കളിച്ചവർ ആയിരുന്നില്ല എന്നതാണ്. കഴിഞ്ഞ തവണ സഞ്ജുവിനെ ടീമിൽ നിന്ന് പൂർണ്ണമായി തഴഞ്ഞെങ്കിൽ ഇത്തവണ അദ്ദേഹത്തെ ടീമിലേക്ക് ശക്തമായി തിരികെ വിളിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ T20 ലോകകപ്പ് ഹീറോയായി മാറി ആരാധകരുടെ ഹൃദയം കീഴടക്കിയ സഞ്ജുവിന് വരാനിരിക്കുന്ന ഏഷ്യൻ ഗെയിംസിലും സമാനമായ രീതിയിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് തന്റെ കരിയറിൽ വലിയൊരു തിരിച്ചുവരവ് നടത്താൻ സാധിക്കുമോ എന്നതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മുൻ ചാമ്പ്യന്മാരുടെ അനുഭവ സമ്പത്തും പുതിയ യുവതാരങ്ങളുടെ അതിശക്തമായ ആവേശവും ഒരേ വേദിയിൽ ഒന്നിക്കുമ്പോൾ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയുടെ പുതിയ പടയൊരുക്കം എത്രത്തോളം വിജയകരമായി മാറുമെന്നത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പുതിയ തന്ത്രങ്ങളും അഴിച്ചുപണിത ടീം കോമ്പിനേഷനും ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ് ചരിത്രത്തിൽ ഇന്ത്യക്ക് മറ്റൊരു സുവർണ്ണ നേട്ടം സമ്മാനിക്കുമോ എന്ന് കാത്തിരുന്നു കാണാം.